ഹൈക്കോടതി നടപടിയെടുത്തേക്കുമെന്ന സ്ഥിതി വന്നതോടെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ജാമ്യം കിട്ടിയിട്ടും വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാതെ ജയിലിൽ കഴിയുന്ന സഹതടവുകാരെ സഹായിക്കാനാണ് താൻ ജയിലിൽ തുടർന്നതെന്നാണ് ബോബി അപ്പോൾ പ്രതികരിച്ചത്. അതേസമയം ജയിൽ പരിസരത്ത് മാലപ്പടക്കം പൊട്ടിക്കാനൊരുങ്ങിയ മെൻസ് അസോസിയേഷൻ അംഗങ്ങളെ പോലീസ് തടഞ്ഞു. ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ തുടർന്നതിനെതിരെ കോടതി നടപടിയെടുക്കുമെന്ന സ്ഥിതി വന്നതോടെയാണ് തിടുക്കത്തിൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യവ്യവസ്ഥകൾ പാലിച്ച് പുറത്തിറങ്ങിയത്. ചെറിയ കേസുകളിൽ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാൻ സാധിക്കാത്ത സഹതടവുകാരെ സഹായിക്കാനായി ഒരു ദിവസം കൂടി ജയിലിൽ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂവെന്ന് ബോബി പ്രതികരിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു എന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാൻ 100 കണക്കിന് ആളുകൾ ജയിലിന് പുറത്ത് കാത്തുനിന്നിരുന്നു. എന്നാൽ ഇന്ന് വളരെ പെട്ടെന്നുള്ള നീക്കങ്ങൾ ഉണ്ടായതിനാൽ ആരും എത്തിയില്ല. വൈകി വന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ അംഗങ്ങൾ മാലപ്പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. പടക്കം പൊട്ടിച്ചിട്ടേ പോകൂ എന്ന് അസോസിയേഷൻ അംഗങ്ങൾ നിലപാടെടുത്തു. പടക്കം പൊട്ടിക്ക് ഞങ്ങൾക്ക് ഇന്നലെ അനുവാദം കിട്ടിയതാ, പൊട്ടിച്ചോളെ. ഈ പോലീസുകാരെ പൊതുയിടത്ത് മുൻകരുതലുകളില്ലാതെ സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കാൻ സാധിക്കില്ലെന്ന് പോലീസും വ്യക്തമാക്കി. ഇത് ഏത് അനുവാദം ആരനുവാദം കൊടുത്തു പറഞ്ഞാലും പബ്ലിക്കിന്റെ ഇടയിൽ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കുക, ജയിൽ പോലെ ഒരു സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ? ഒടുവിൽ മാലപ്പടക്കം പോലീസ് പിടിച്ചെടുത്തു കൊണ്ടുപോവുകയായിരുന്നു. ഈ സംഭവത്തിൽ കേസെടുക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് പോലീസ് പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി.